സിസ്റ്റർ അഭയ കേസിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല, അവസാനിക്കുകയുമില്ല. നിരപരാധികളാണെന്ന് ഉറപ്പുള്ളവർ ശിക്ഷ അനുഭവിക്കുന്നിടത്തോളം കാലം നീതി നടപ്പാക്കപ്പെട്ടു എന്ന് കരുതാനുമാവില്ല. വ്യാജം പ്രചരിപ്പിച്ചവരും അന്യായമായ കള്ളക്കഥകൾ ഉണ്ടാക്കിയവരും അധാർമിക കൂട്ടുകെട്ടുകളിലൂടെ സഭാവിരുദ്ധ നീക്കം നടത്തുന്നവരും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചവരുമെല്ലാം ഇനിയും ഉത്തരങ്ങൾ പറയേണ്ടി വരും. ഈ ലക്കത്തിൽ സത്യാന്വേഷി തിരയുന്നത് അഭയക്കേസിൽ മാധ്യമങ്ങളുടെ അസത്യ പ്രചരണങ്ങളിലൂടെ പൊതുബോധത്തിൽ ഉറച്ചുപോയ ചില ആരോപണങ്ങളുടെ നിജസ്ഥിതിയാണ്. ആരംഭം മുതലേ സിസ്റ്റർ അഭയയുടെ മരണത്തെ ആത്മഹത്യയാക്കി മാറ്റാൻ സഭ ശ്രമിച്ചു, അവസാന നാളുകളിലെ കൂറുമാറ്റം പോലും അതിന് തെളിവാണ് എന്നൊക്കെ വസ്തുതകളറിയാതെ എഴുതുന്നവരും സംസാരിക്കുന്നവരും ധാരാളമുണ്ട്. അഭയ കേസുമായി ബന്ധപ്പെട്ട ഈ മേഖലകൾ ചർച്ച ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അഭയ കേസിൽ സഭ ഇടപെട്ടതുകൊണ്ടാണ് കേസ് ഇത്രയും നാൾ വൈകിയത് എന്നും സഭയുടെ ഇടപെടലുകളിലൂടെ കേസ് ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമം നടന്നു എന്നുമുള്ള ഒരു പ്രചരണമുണ്ട്. യഥാർത്ഥത്തിൽ അഭയ കേസ് ആത്മഹത്യയാക്കി മാറ്റാൻ സഭ ശ്രമിച്ചിരുന്നു. സിസ്റ്റർ അഭയയുടെ മരണം നടന്ന അന്ന് തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. സിസ്റ്റർ അഭയയുടെ മരണം ആത്മഹത്യയാണെന്ന് കരുതുന്നില്ല എന്നാണ് കോൺവെന്റ് സുപ്പീരിയർ പോലീസിനോട് അന്ന് പറഞ്ഞത്. അതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം അടുക്കളയിൽ ശ്രദ്ധിക്കപ്പെട്ട അസ്വസ്ഥതകളാണ്. വാതിൽക്കൽ ഉടക്കിക്കിടന്ന തലമുണ്ടടക്കം എല്ലാം മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് എത്തിയപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിക്കപ്പെട്ടിരുന്നു. മാത്രവുമല്ല, മരണത്തിന് കാരണക്കാരായേക്കാവുന്ന വ്യക്തികളുടെ ഒരു ലിസ്റ്റ് പോലും കോൺവെന്റ് അധികൃതർ പോലീസിന് കൈമാറിയിരുന്നു. പോലീസ് അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. 1992 മാർച്ച് 27 അഭയയുടെ മരണം നടന്ന ശേഷം ഏപ്രിൽ 13 ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിരുന്നു. പ്രസ്തുത കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് ചില കന്യാസ്ത്രീകൾ എറണാകുളം CBI ഓഫീസിൽ ചെന്ന് അന്ന് CBIയുടെ കൊച്ചി യൂണിറ്റ് SP ആയിരുന്ന N ത്യാഗരാജനോട് അഭയ കേസ് ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ത്യാഗരാജൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് അഭയ കേസ് പഠിക്കുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്നും CBI കേസ് ഏറ്റെടുക്കേണ്ടതില്ല എന്നും റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ത്യാഗരാജന്റെ തന്നെ ഒരഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഇത്. അഭയയുടേത് ആത്മഹത്യയാണ് എന്നാണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ത്യാഗരാജനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് CBI കേസ് ഏറ്റെടുത്തു. അതിൻ്റെ കാരണം തൻ്റെ വിധിന്യായത്തിൽ ജസ്റ്റിസ് ഹേമ നിരീക്ഷിക്കുന്നുണ്ട്. കന്യാസ്ത്രീകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CBI കേസ് രജിസ്റ്റർ ചെയ്തത്. തൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ കേസന്വേഷണം CBIയെ ഏൽപ്പിച്ചതെന്ന് അഭയയുടെ പിതാവ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ കേസ് രേഖകൾ തെളിയിക്കുന്നത് മറിച്ചാണ്. ജസ്റ്റിസ് ഹേമ എഴുതുന്ന വാക്കുകളാണിത്. CMC മദർ സുപ്പീരിയർ സിസ്റ്റർ ബെനിക്കാസിയായും 67 കന്യാസ്ത്രീകളും ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ അഭയക്കേസിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും മരണം കൊലപാതകമാണ് എന്ന സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 1993 മാർച്ച് 29 CBI FIR രജിസ്റ്റർ ചെയ്തത്. തനിക്ക് ലഭിച്ച കേസ് ഡയറിയുടെ അടിസ്ഥാനത്തിൽ സഭ കൊലപാതകം മൂടിവെക്കാൻ ശ്രമിച്ചു എന്ന CBIയുടെ ആരോപണത്തെ ജസ്റ്റിസ് ഹേമ ഖണ്ഡിച്ചത് ഇങ്ങനെയാണ്: CBIയും അഭയയുടെ പിതാവും സഭ കൊലപാതകം മൂടിവെക്കാൻ ശ്രമിച്ചുവെന്ന് ഇപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കന്യാസ്ത്രീകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CBI FIR രജിസ്റ്റർ ചെയ്തത് എന്ന കാരണത്താൽ തന്നെ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. CMC സന്യാസിനി സമൂഹത്തിന്
മരണം നടന്ന ഹോസ്റ്റലുമായോ ഹോസ്റ്റലിൻ്റെ ഉടമസ്ഥതയുള്ള സന്യാസ സമൂഹവുമായോ ബന്ധമില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നവരുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അടുക്കലുള്ള ഈ നിവേദനം അവരുടെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോഴത്തെ വിധിന്യായത്തിൽ ഈ വസ്തുത പരാമർശിക്കപ്പെട്ടിട്ടേയില്ല എന്നതും ശ്രദ്ധേയമാണ്. രണ്ടാമത്തെ CBI അന്വേഷണം അവസാനിപ്പിച്ച് അഭയയുടെ മരണം കൊലപാതകമാണെന്നും എന്നാൽ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞ് റിപ്പോർട്ട് നൽകിയ അവസരത്തിൽ അഭയ കേസ് വീണ്ടും സമ്പൂർണമായി അന്വേഷിക്കണം എന്ന് 2002 ഏപ്രിലിൽ ഒരു പത്രക്കുറിപ്പിലൂടെ കോട്ടയം ജ്ഞാനായ അതിരൂപത ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് 2007 ജൂലൈ 7 എഴുതിയ ഒരു സർക്കുലറിലൂടെ CBI അന്വേഷണത്തെ സഹായിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും തെളിവുകൾ ആരുടെയെങ്കിലും പക്കലുണ്ട് എങ്കിൽ അത് CBIയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവിൻ്റെ സർക്കുലറും ഇറങ്ങിയിരുന്നു. വാസ്തവങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ സഭയുടെ ഇടപെടലുകളിലൂടെ അന്വേഷണം അട്ടിമറിച്ചു എന്നുള്ള ആരോപണം തികച്ചും വാസ്തവ വിരുദ്ധമാണ്. അത്തരമൊരു ഇടപെടൽ ഉണ്ടായതായി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലോ CBIയുടെ 3 അന്തിമ റിപ്പോർട്ടുകളിലോ കുറ്റപത്രത്തിലോ ഇല്ല. യാതൊരുവിധ തെളിവുകളുമില്ലാത്ത വെറും അടിസ്ഥാനരഹിതമായ ആരോപണം മാത്രമാണ് അഭയകേസിലെ സഭയുടെ ഇടപെടലുകൾ എന്നത്. കെട്ടിച്ചമച്ച സാക്ഷികളെ കൊണ്ട് കോടികളുടെ ഓഫർ ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങളിൽ പറയിപ്പിക്കുന്നതല്ലാതെ അത് കോടതിയിൽ പറയാനോ ആരാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്ന് വെളിപ്പെടുത്താനോ തൽപര കക്ഷികൾ ശ്രമിക്കാത്തതും ഇക്കാരണത്താൽ തന്നെയാണ്. അഭയ കേസിൻ്റെ വിചാരണ കാലത്ത് ഏറ്റവും അധികം രൂക്ഷതയോടെ ആരോപിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് സാക്ഷികളുടെ, സഭാംഗങ്ങളായ സാക്ഷികളുടെ കൂറുമാറ്റം. എന്താണ് കൂറുമാറ്റം? റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് ശ്രീ അബ്രഹാം ചെറിയാൻ നൽകുന്ന ഒരു ചെറിയ വിവരണം ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ് മൊഴി എങ്കിൽ മാത്രമേ മൊഴിമാറ്റം എന്താണെന്ന് അറിയത്തുള്ളൂ. അതായത് പോലീസിൽ പ്രതികൾ പറയുന്ന മൊഴി ഒപ്പിടേണ്ടതില്ല. അപ്പോൾ 2 വിധത്തിൽ ഈ മൊഴി വരാം. ഒന്ന്, പോലീസിൽ പറഞ്ഞത് അതുപോലെ എഴുതി വെക്കുന്നു, സാക്ഷി മാറിപ്പറയുന്നു, അതാകാം. 2, സാക്ഷി പറയാത്ത കാര്യം കേസ് ഷെയ്പ്പ് ചെയ്യുന്നതിന് വേണ്ടി, കേസ് നിലനിൽക്കുന്നതിന് വേണ്ടി കള്ളത്തരമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് എഴുതി വെക്കുന്നു. പക്ഷേ അതിനനുസരിച്ചല്ലാതെ സാക്ഷി നേര് പറയുന്നു. അതാണ് ഇവിടെ നടന്നത്. ഈ മൊഴിമാറ്റം എന്ന് പറഞ്ഞതെല്ലാം സിസ്റ്റർമാരെ കൊണ്ട് എഴുതിയിരിക്കുന്നതെല്ലാം അച്ഛന്മാർ രാത്രി ചാടിക്കടന്ന് വരുമായിരുന്നു, അറിയാമായിരുന്നു. അച്ഛന്മാർ മോശക്കാരായിരുന്നു, ഈ സിസ്റ്റർ ഏറ്റവും മോശമായിരുന്നു. ഇങ്ങനെ ഇവരെപ്പറ്റി എന്തെല്ലാം എഴുതാമോ മോശമായിട്ടെല്ലാം ഈ സിസ്റ്റേഴ്സ് പറഞ്ഞതായിട്ട് എഴുതി. അവർ കോടതി വന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഈ സിസ്റ്റർ നല്ല സിസ്റ്ററാണ്. അപ്പം മൊഴിമാറ്റം നന്നായി. അപ്പം ഫേസ്ബുക്കിലും ഈ പത്രത്തിനകത്തെല്ലാം കിണറൊഴിച്ച് ബാക്കിയെല്ലാം മൊഴി മാറി. ആ സത്യത്തിൽ മൊഴി മാറിയത് ആരാണ്? യഥാർത്ഥത്തിൽ തങ്ങളോട് മുൻപ് പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിന്ന അവരാണ് മൊഴിമാറ്റാഞ്ഞേ. മൊഴിമാറ്റം അതായത് അതാണ്. അപ്പം മൊഴിമാറ്റത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒപ്പിടാതെ കൊടുത്ത മൊഴി അവരുടെ മനസാക്ഷിക്കനുസരിച്ച് പറയുന്നു. അത് കോടതി ഭാഷയാണ് മൊഴിമാറ്റം. അത് മൊഴിമാറ്റം കള്ളത്തെളിവ് പറഞ്ഞെന്നോ മാറ്റി പറഞ്ഞെന്നോ എന്നുള്ളതല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇനിയും പലതും പറയാനുണ്ട്. വളരെയധികം ചെറിയ 2-3 പോയിൻ്റേ പറഞ്ഞുള്ളൂ. ഏതാണ്ട് 50-ലധികം പോയിൻ്റുകൾ ഇത് CBIയുടെ അന്വേഷണം തെറ്റാണെന്നും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ച് ശരിയായതെന്നും സ്ഥാപിക്കാനുള്ള ഇനിയും തെളിവുകൾ അനവധിയുണ്ട്. അത് വീണ്ടും വരുന്നതാണ്. നമുക്ക് വീണ്ടും കാണാം. നമസ്തേ. സത്യം ഇതായിരിക്കെ വിചാരണ വേളകളെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതി ശ്രദ്ധേയമാണ്. പ്രോസിക്യൂഷന് അനുകൂലമായി പറഞ്ഞതെല്ലാം വിസ്തരിച്ച് വിവരിക്കുകയും പ്രോസിക്യൂഷന് എതിരായി പറഞ്ഞതെല്ലാം കൂറുമാറ്റം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കുകയുമാണ് മാധ്യമങ്ങൾ ചെയ്തത്. എതിർവിസ്താരത്തിൽ CBIക്ക് വേണ്ടി പറഞ്ഞ സാക്ഷികളുടെ കള്ളത്തരവും കാപട്യവും പ്രതിഭാഗം വക്കീലന്മാർ വെളിച്ചത്ത് കൊണ്ടുവന്നതെല്ലാം
മാധ്യമങ്ങൾ തമസ്കരിച്ചു കളഞ്ഞു. ഉദാഹരണത്തിന് സാക്ഷി സഞ്ജു മാത്യു മൊഴി മാറ്റിയതായി പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന വാർത്തയുണ്ട്. സഞ്ജു മാത്യു സംഭവം നടന്ന 1992 മുതൽ 2009 വരെ ഏകദേശം 17 വർഷം തനിക്ക് ഈ കേസിനെ കുറിച്ചും ഒന്നും അറിയില്ല എന്നും പ്രതികളും കേസുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും ക്രൈംബ്രാഞ്ചും CBIയും ഉൾപ്പെടെ ഏതാണ്ട് 9ഓളം അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. മിക്കവാറും എല്ലാവരും തന്നെ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സംഭവ സ്ഥലത്തിനടുത്തുള്ള അയൽവാസിയായ ചെറുപ്പക്കാരൻ എന്ന നിലയിൽ കൊടിയ മർദ്ദനത്തിനിരയാകേണ്ടി വന്ന ആളാണ് സഞ്ജു. 17 വർഷത്തിന് ശേഷം വീണ്ടും തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി മർദ്ദനത്തിനിരയാക്കി ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ടൂരച്ചൻ്റെ സ്കൂട്ടർ അവിടെ കണ്ടു എന്ന് താൻ മൊഴി കൊടുത്തത് എന്ന് വിചാരണ വേളയിൽ സഞ്ജു വ്യക്തമാക്കി. അതും മൊഴിമാറ്റമായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സിസ്റ്റേഴ്സ് കൂറുമാറി എന്ന് വാർത്ത കൊടുത്തവർ അവർ പറയാത്ത കാര്യങ്ങളാണ് അവരുടെ പേരിൽ CBI കോടതിയിൽ സമർപ്പിച്ചിരുന്നത് എന്ന സത്യവും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയതായി നടിക്കുന്നില്ല. കോടതിക്ക് മുന്നിൽ രഹസ്യമൊഴി കൊടുത്തവർ 3 പേർ മാത്രമാണ്. സിസ്റ്റേഴ്സിൻ്റെതെല്ലാം CBI എഴുതിയെടുത്ത മൊഴികളായിരുന്നു. അവർ പറയാത്തതെല്ലാം അവരുടെ മൊഴിയായി അവതരിപ്പിച്ചപ്പോൾ കോടതിയിൽ അത് നിഷേധിക്കുകയല്ലാതെ അവരെന്താണ് ചെയ്യുക? അതിനെയാണ് മൊഴിമാറ്റമോ കൂറുമാറ്റമോ ഒക്കെയായി മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അഭയ കേസ് ഇക്കാലം അത്രയും നീണ്ടുപോകാനുള്ള കാരണം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതിനാലാണ് എന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട അന്തിമ റിപ്പോർട്ടുകളിലൂടെ മാധ്യമങ്ങളും ജനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ആരാണ് ഈ തെളിവുകൾ നശിപ്പിച്ചത്? ഇതാരോടും ചോദിക്കാതെയും പറയാതെയും സഭയുടെ മേൽ കെട്ടിവെക്കാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ്. തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ കാരണം CBI തന്നെയാണ്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയും അതേസമയം കേസ് രേഖകൾ വ്യക്തമായി വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സത്യമാണ്. പൊതുജനത്തിന് കേസ് രേഖകളിൽ ഉള്ളതൊന്നും, അതായത് യാഥാർത്ഥ്യങ്ങളൊന്നും അറിയില്ല എന്ന ജസ്റ്റിസ് ഹേമയുടെ നിരീക്ഷണം അങ്ങനെ അർത്ഥവത്താവുകയാണ്. സഭയാണോ കേസിന്റെ തെളിവുകൾ നശിപ്പിച്ചത്? അഭയയുടേത് കൊലപാതകമാണെന്ന് പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും പറയുകയും അടുക്കളയിലെ അതിൻ്റെ സകല തെളിവുകളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുകയും സാക്ഷി പറയുകയും ചെയ്തവരാണ് പ്രസ്തുത ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സഭാംഗങ്ങൾ. തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ അഭയയുടേത് ആത്മഹത്യയാണ് എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് എഴുതിയപ്പോൾ അന്വേഷണം പൂർണ്ണമല്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടത് സഭാംഗങ്ങൾ തന്നെയാണ്. അവർ പിന്നെ എന്തിനാണ് തെളിവുകൾ നശിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ പിന്നെ ആരാണ് തെളിവുകൾ നശിപ്പിച്ചത്? CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്ന് തെളിവുകൾ നശിപ്പിച്ചുവെന്നാണ് ആരോപിച്ചിരുന്നത്. നശിപ്പിക്കപ്പെട്ടവയിൽ സിസ്റ്റർ അഭയയുടെ ശിരോവസ്ത്രം, പ്ലാസ്റ്റിക് ചെരുപ്പ്, പ്ലാസ്റ്റിക് കുപ്പി, ഡയറി, ഫോട്ടോകൾ തുടങ്ങിയവയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്രകാരം നശിപ്പിക്കാൻ സഭയുടെ സ്വാധീനമുണ്ടായിരുന്നു എന്നതും യാതൊരടിസ്ഥാനവുമില്ലാത്ത പച്ചക്കള്ളം മാത്രമാണ്. കാരണം ഈ തൊണ്ടിമുതലുകൾ ഒന്നും തന്നെ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ ആയിരുന്നില്ല സൂക്ഷിച്ചിരുന്നത്. മറിച്ച് കോടതി തന്നെയാണ്. ഇത് നശിപ്പിച്ചതും കോടതിയാണ്. കോടതി എന്തുകൊണ്ട് നശിപ്പിച്ചു എന്ന ചോദ്യത്തിന് കോട്ടയം RDO കോടതിയിലെ നമ്പർ KDIS 2580/92 എന്ന നമ്പറിലുള്ള ഫയൽ ഉത്തരം നൽകുന്നുണ്ട്. തൊണ്ടിമുതലിൻ്റെ ചുമതല വഹിച്ചിരുന്ന ശ്രീ KN മുരളീധരൻ ഫൈനൽ റിപ്പോർട്ടിൽ ഇത് തൂങ്ങിമരണം മൂലമുള്ള ആത്മഹത്യയാണ് എന്നും തുടർന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും അതിനാൽ ഈ സാധനങ്ങൾ നശിപ്പിക്കേണ്ടവയാണെന്നും കാണിച്ച് 7/6/93 കൊടുത്ത ഓഫീസ് നോട്ട് സീനിയർ സൂപ്രണ്ടും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും അംഗീകരിച്ചതിനെ തുടർന്ന് അസ്വാഭാവിക മരണക്കേസുകളിൽ സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമം വെച്ച് അവ നശിപ്പിച്ചു എന്നാണ് മേൽപ്പറഞ്ഞ രേഖയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സഭയുടെ ഇടപെടലിലൂടെ അല്ല, കോടതിയുടെ സാധാരണ നടപടിക്രമത്തിലൂടെയാണ് തൊണ്ടിമുതലുകൾ നശിപ്പിക്കപ്പെട്ടത് എങ്കിൽ തൊണ്ടിമുതൽ നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച്
CBI ലോക്കൽ പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് ആദ്യത്തെ CBI അന്വേഷകനായിരുന്ന വർഗീസ് പി തോമസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പിടിപ്പുകേട് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഈ ആരോപണത്തിൻ്റെ മറവിൽ അദ്ദേഹം ലക്ഷ്യം വെച്ചത്. കാരണം അഭയയുടെ മരണം ആത്മഹത്യയാണ് എന്ന് 93 ജനുവരി 10 ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാർച്ചിൽ CBI അന്വേഷകനായിരുന്ന വർഗീസ് പി തോമസ് അന്വേഷണം ഏറ്റെടുത്തിരുന്നു. എന്നാൽ താൻ അന്വേഷണം ഏറ്റെടുത്തു എന്നും തുടരന്വേഷണത്തിന് തൊണ്ടിമുതലുകൾ ആവശ്യമുണ്ട് എന്നും കോടതിയെ ധരിപ്പിക്കേണ്ട വർഗീസ് പി തോമസ് അത് ചെയ്തില്ല. അതിനാൽ അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം 17/6/93 കോടതി ഈ തൊണ്ടിമുതലുകൾ സാധാരണ നടപടിക്രമത്തിലൂടെ നശിപ്പിക്കുന്നത്. CBI ഉദ്യോഗസ്ഥനായിരുന്ന വർഗീസ് പി തോമസിന്റെ കൃത്യവിലോപത്തിലൂടെയാണ് ഇപ്രകാരം തൊണ്ടിമുതലുകൾ നശിപ്പിക്കപ്പെട്ടത് എന്ന് 2008 വിധിന്യായത്തിൽ 62ാമത്തെ ഖണ്ഡികയിൽ ജസ്റ്റിസ് ഹേമയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രവുമല്ല CBIയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. CBI അന്വേഷണത്തിന്റെ ആദ്യ 2 റിപ്പോർട്ടുകളിൽ AK ഓഹ്റിയോ സുരീന്ദർ പാലിയോ ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ചിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കാരണം അന്വേഷണം ഏറ്റെടുത്ത ഉദ്യോഗസ്ഥൻ കാര്യവിവരവും ആത്മാർത്ഥതയുമുള്ള ആളായിരുന്നു എങ്കിൽ കേസ് ഏറ്റെടുത്തപ്പോൾ കയ്യിൽ ലഭിച്ച രേഖകളുടെ വെളിച്ചത്തിൽ കോടതിയിൽ നേരിട്ട് പോയി തൊണ്ടിമുതലുകളെക്കുറിച്ചും റെക്കോർഡുകളെക്കുറിച്ചും നേരിട്ടുള്ള പരിശോധന നടത്തുകയും അതുവഴി കേസിനെക്കുറിച്ച് തന്നെ ഒരവബോധം സ്വയം നേടിയെടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെയാണ് പിന്നീട് രാജിവെച്ചതിന് ശേഷം അഭയയുടേത് കൊലപാതകമാണ് എന്ന ആരോപണം വർഗീസ് പി തോമസ് ഉന്നയിക്കുന്നത്. സഭയുടെ ഇടപെടലിലൂടെയും സമ്മർദ്ദത്തിലൂടെയും കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നും സാക്ഷികൾ കൂറുമാറി എന്നുമൊക്കെ ഇപ്പോഴും വിചാരിക്കുകയും വാദിക്കുകയും ചെയ്യുന്നവർ ഏറ്റവും കുറഞ്ഞത് കേസ് രേഖകളെങ്കിലും നിഷ്പക്ഷമായി പഠിക്കാനൊന്ന് ശ്രമിക്കണം. അവയെക്കുറിച്ചുള്ള ഒട്ടുമിക്ക മാധ്യമ റിപ്പോർട്ടുകളും തികച്ചും സത്യവിരുദ്ധം മാത്രമാണ്. അതുകൊണ്ട് മാധ്യമങ്ങളെ മാത്രം ആശ്രയിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇക്കാര്യത്തിൽ സത്യമറിയാൻ പോകുന്നില്ല. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.